ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അമരന്മാരെല്ലാം അരിശമാർന്ന് ലങ്കേശ്വരനിൽ അമ്പുകൾ വർഷിച്ചു. വസുക്കളും ആദിത്യന്മാരും ഒന്നിച്ച് നേരിട്ടപ്പോൾ രാവണന്റെ യുദ്ധാഹങ്കാരം അല്പമൊന്ന് ക്ഷയിച്ചു. ശത്രുക്കളോട് എതിരിട്ട് നിൽക്കുവാൻ കെൽപ്പില്ലാതെയായി. അസ്ത്രജാലങ്ങൾ തട്ടി പരവശനായി തീർന്ന പിതാവിനോട് മായ കൊണ്ട് മറഞ്ഞു നിൽക്കുന്ന തനയൻ, അച്ഛാ വരൂ, നമുക്ക് പോകാം, യുദ്ധം ചെയ്യുന്നത് മതിയാക്കാം, നാം ജയിച്ചുപോയി, അത്തൽ വിട്ട് സ്വസ്ഥചിത്തനാകൂ. മുപ്പാറിൻ്റെയും വമ്പിച്ച വാനോർ പടയുടെയും അധീശൻ ഭാഗ്യത്താൽ നമ്മുടെ പിടിയിൽ പെട്ടുകഴിഞ്ഞു. വിണ്ണിൽ വസിക്കുന്നവരുടെ മതമെല്ലാം അമർന്നു. എന്തിനാണ് അച്ഛൻ വെറുതെ യത്നിക്കുന്നത്? യുദ്ധമിനി വെറുതെയാണ്. മകന്റെ വാക്കുകൾ അമൃതബിന്ദുക്കൾ പോലെ ദശാനന് തോന്നി. ദേവന്മാർ യുദ്ധം നിർത്തി. നാഥൻ വേർപെട്ടതിനാൽ മ്ലാനവദനരായി നടന്നു. അതിയശസ്സാർന്ന ദേവാരി രാവണൻ ആനന്ദപൂർണ്ണ ഹൃദയത്തോടെ ഇങ്ങനെ പറഞ്ഞു: മഹാശക്തനായ ഉണ്ണി, എൻ്റെ വംശത്തിന് ഉചിതമായ പൗരുഷമാണ് നീ കാണിച്ചത്. ത്രൈലോക്യാധിപനും ദുർജയനുമായ ഇന്ദ്രനെയും സർവ്വസൈന്യങ്ങളെയും നീ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ വിജയിച്ചുവല്ലോ. വാസവനെ തേരിൽ കയറ്റി പടകളോടുകൂടി നീ ലങ്കയിലേക്ക് വേഗത്തിൽ പൊയ്ക്കൊള്ളൂ. നമ്മുടെ സജീവന്മാരോടുകൂടി ഞാനിതാ നിന്റെ പിന്നാലെ തന്നെ ഏറ്റവും സന്തോഷത്തോടെ എത്തുകയായി. ദശാസ്യനന്ദനൻ രഥത്തിൽ ബന്ധിച്ച ഇന്ദ്രനെയും കൊണ്ട് സൈന്യസമേതം ലങ്കാപുരിയിലെത്തി. അടലിൽ അവശരായ പടകളെയെല്ലാം അരവനയിൽ ചെന്ന ഉടനെ സ്വഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ത്രിലോക്യവന്ധ്യനും പ്രബലനുമായ അണ്ടർകോനെ വിജയിച്ച് അധീനത്തിലാക്കി ലങ്കയിൽ മേഘനാഥൻ സസുഖം വസിക്കുമ്പോൾ ദേവപ്രമുഖന്മാരൊത്തുചേർന്ന് പിതാമഹനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ എത്തി. പുത്രന്മാരോടും സഹോദരന്മാരോടും ഒന്നിച്ചിരിക്കുന്ന പ്രതാപിയായ രാവണനോട് അമ്പരതലത്തിൽ നിന്നുകൊണ്ട് വിധാതാവ് സാമോപായത്താൽ അരുളി ചെയ്തു: ഉണ്ണി രാവണ, നിന്റെ മകന്റെ യുദ്ധസാമർഥ്യം എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചു. പരാക്രമത്തിലും ഔദാര്യത്തിലും മേഘനാഥൻ നിന്നോട് സദൃശൻ മാത്രമല്ല, ഉപരി തന്നെയാണെന്ന് പറയാം. സ്വന്തം ഓജസ്സുകൊണ്ട് തന്നെ 3 ലോകങ്ങളും നീ ഒറ്റയ്ക്ക് ജയിച്ചു കഴിഞ്ഞു. നീ ചെയ്തിരുന്ന സത്യം സാധിച്ചു. നിന്റെ ആത്മജനിൽ ഞാൻ അത്യധികം പ്രീതനായി. അത്യന്ത ബലവാനായ പുത്രൻ ഇന്നു മുതൽ ഇന്ദ്രജിത്ത് എന്ന അനശ്വര നാമധേയത്തോടു കൂടിയ വീരനായിത്തീരും. അമേയശക്തനായ കുമാരൻ ഏതൊരാൾക്കും ദുർജയനുമാകും. ഹേ രാക്ഷസേശ്വര, വാനവന്മാരെ മുഴുവൻ നീ കീഴടക്കിയത് ഈ ഉണ്ണി കാരണമല്ലേ? മഹാബാഹുവായ അങ്ങ് ശതക്രതുവിനെ വിട്ടയക്കണം. അതിന് ദേവകൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, നൽകേണ്ടതുണ്ടോ? യുദ്ധവിജയിയായ മഹാതേജസ്വി ഇന്ദ്രജിത്ത് പെട്ടെന്ന് വിധാതാവിനോട് പറഞ്ഞു: ഭഗവാനെ, അണ്ടർകോനെ വിടണമെങ്കിൽ ഞാൻ അമരനായി തീരണം. ദേവദേവനായ ധാതാവ് വീണ്ടും അരുളി: ഉണ്ണി, ഭൂമിയിൽ ജനിച്ച ഏതൊരു പ്രാണിക്കും ഒന്നുകൊണ്ടും മരിക്കുകയില്ല എന്നുള്ളത് വരുന്നതല്ല. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഓജസ്സേറുന്ന ഏതു ജീവികൾക്കും ഈ നിശ്ചയത്തിൽ നിന്ന് ഒരിക്കലും മാറുവാനും സാധിക്കുന്നതല്ല. സ്വാമിയായ വിരിഞ്ചന്റെ ഇത്തരം വാക്കുകൾ ലോകൈക വീരനായ ഇന്ദ്രജിത്ത് കേട്ടു. അടുത്തു നിൽക്കുന്ന ആ ദേവനോട് വീണ്ടും പറഞ്ഞു: അല്ലെങ്കിൽ ഹേ ദേവ, ഉംബർകോനെ വിട്ടാൽ എനിക്ക് കിട്ടേണ്ടത് ഞാൻ പറയാം. ഞാൻ ദിനം പ്രതി അഗ്നിയിൽ ശത്രുവിജയത്തിനു വേണ്ടി ഹോമം നടത്താം. യുദ്ധസന്നദ്ധനായ ഞാൻ ഹോമം നിർവഹിച്ചു കഴിഞ്ഞാൽ അശ്വങ്ങളോട് കൂടിയ രഥം അതിൽ നിന്നുണ്ടാകണം. അതിലിരുന്നാൽ മരിക്കുകയും അരുത്. ഇതാണ് എൻ്റെ തീർപ്പ്. ഹോമം തുടങ്ങി ഏതെങ്കിലും വിധത്തിൽ മുടക്കം വരികയാണെങ്കിൽ ആ യുദ്ധത്തിൽ പരാജയവും ജീവനാശവും വന്നു ചേർന്നോട്ടെ. ഞാൻ ഈ വാങ്ങുന്ന വരം കരുത്തുകൊണ്ടാണ്, തപസ്സുകൊണ്ടല്ല. രാവണിയുടെ തീർപ്പ് കേട്ട ദേവൻ പിതാമഹൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹമേകി ദേവേന്ദ്രനെ ഇന്ദ്രജിത്ത് ബന്ധവിമുക്തനാക്കി. അമരന്മാരോടൊന്നിച്ച് ഭഗവാൻ വിണ്ണേറി. സശ്രദ്ധനായി കഥ കേട്ടുകൊണ്ടിരിക്കുന്ന മന്നോർ മന്നനായ രഘുപതിയോടും സദസ്യരോടും ഭഗവാൻ അഗസ്ത്യൻ തുടർന്നു: ഹേ രാമ, ദേവശ്രീയെല്ലാം അണഞ്ഞ് മങ്ങിയ മുഖത്തോടെ മനോരാജ്യത്തിൽ മുഴുകിയ അമരനാഥനെ തൃക്കൺ പാർത്തുകൊണ്ട് ലോകപിതാതാവ് ഇങ്ങനെ അരുളി ചെയ്തു: ഹേ ഇന്ദ്ര, ശതക്രതുവാണെങ്കിലും അങ്ങ് പണ്ടൊരു അധർമ്മം ചെയ്തിട്ടുള്ളതിൻ്റെ ഫലമാണിത്. വാനോർ നായക, ഞാൻ മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിച്ച പ്രജകൾ ഒരേ ആകൃതിയും ലക്ഷണവും നിറവും ഒത്തവരായിരുന്നു. വാക്കുകളിൽ കൂടി വ്യത്യാസം യാതൊരാൾക്കും ഉണ്ടായിരുന്നില്ല. അവരെപ്പറ്റി ഞാൻ മനസ്സിരുത്തി ചിന്തിച്ചു. എന്നിട്ട് അതുവരെ സൃഷ്ടിച്ചവരിൽ നിന്ന് ഭിന്നമായിട്ട് ഒരുവളെ നിർമ്മിച്ചു. മാനവ ശരീരാംഗങ്ങളിലെ സൗന്ദര്യ സത്തെല്ലാം ഒന്നിച്ചു ചേർത്താണ് ആ കന്യകയെ വിരചിച്ചത്.
ഹലം എന്നാൽ വൈരൂപ്യം, അതിൽ നിന്ന് ഉണ്ടാകുന്നത് ഹല്യം. യാതൊരുവിധ ഹല്യവും ഇല്ലാത്തതിനാൽ അഹല്യ എന്ന് അവൾക്ക് നാമം കൊടുത്തു. ഹേ പുരന്തര, സൗന്ദര്യസാര സർവസ്വമായ അഹല്യയെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു, ഈ സുകുമാരാംഗി ആരുടെ ആകണമെന്ന്. എന്നാൽ വിണ്ണവർ നായകനായ അങ്ങ് സ്ഥാനമാനാധികളാൽ പ്രമത്തനായതിനാൽ മനസ്സു തീർപ്പ് ചെയ്തത് ഇവൾ സ്വന്തം പത്നിയാകണമെന്നായിരുന്നു. അങ്ങയുടെ ചിന്താഗതി അറിഞ്ഞ ഞാൻ അഹല്യയെ സൂക്ഷിക്കുവാൻ ഗൗതമനെയാണ് ഏൽപ്പിച്ചത്. ആണ്ടുകൾ അനേകം കടന്നുപോയി. ശുശ്രൂഷാരതയായി ഏകാന്തത്തിൽ വസിക്കുന്ന അവളെ കണ്ട് അല്പം പോലും മനഃശാഞ്ചല്യം ഇല്ലാതെയിരുന്ന ഗൗതമൻ നിർവികാരനായി തന്നെ മടക്കി തന്നു. ഗൗതമ ബ്രഹ്മർഷിയുടെ തപസ്സും സിദ്ധിയും മനസ്സിലാക്കിയ ഞാൻ അഹല്യയെ ധർമ്മപത്നിയായി മാമുനിക്ക് തന്നെ നൽകി. ധാർമ്മികനായിരുന്ന അങ്ങ് അതിൽ കുപിതനായി ഗൗതമ ആശ്രമത്തിലേക്ക് ചെന്നു. ജ്വലിക്കുന്ന അഗ്നിയെ പോലെയുള്ള അവളെ കണ്ടുപിടിച്ചു. പക പൂണ്ട അങ്ങ് കാമാന്തനായി തന്നെ അവളെ തീണ്ടി. മഹർഷി വര്യൻ അങ്ങയെ പർണശാലയിൽ നിന്നു തന്നെ കണ്ടെത്തി. അമേയ തേജസ്വിയായ ഗൗതമൻ ക്രോധത്തോടെ അങ്ങയെ ശപിച്ചു. ഹേ വാസവ, അതുവരെ ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് അങ്ങ് വിപരീതനായി തീർന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.